രണ്ടാം ഭാവം ഓക്കെ മറന്നിട്ടും എന്തിനാന്നുള്ള പാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പാടി ഞാൻ കുളമാക്കാൻ വേണോ? പിന്നെ തീർച്ചയായിട്ടും നോക്ക് വേണമെങ്കിൽ ഒരു ലൈൻ. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം മതി. ഇനി ചിലപ്പോൾ വൈകിയൊന്നും നടിയായിട്ടായിരിക്കില്ല, ഒരു ഗായികയായിട്ടായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ഒരു രക്ഷയില്ല, എനിക്കൊരു യാതൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഏരിയ ആണ് പാട്ട്. പിന്നെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു യു ഗേവ് മീ ദ കോൺഫിഡൻസ്. കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 4. വീണ്ടും 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 കാണാൻ തോന്നുന്ന ഒരു ഫിലിം. തേന്മാവൻ കൊമ്പത്ത്, കിലുക്കം, വന്ദനം, സാജൻ, പിന്നെന്താ ഒരുപാട് സിനിമയുണ്ട്. ഞാൻ ഒറ്റ ഫിലിമേ ചോദിച്ചു, ഇപ്പോൾ എല്ലാം ഒന്നല്ലേ. ശരി, ദ ലാസ്റ്റ് ആൻഡ് 5th ക്വസ്റ്റ്യൻ. വൈകി ഇങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ ഒരു കോള്, ഇതുപോലെ ബോളിവുഡിൽ നിന്നാണ് കോള്, മറ്റാരുടെയല്ല, നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെയാണ്. വൈഗ, ഞങ്ങളുടെ അടുത്ത ഫിലിമിലേക്കുള്ള ഹീറോയിൻ താങ്കളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും വൈഗ ഭയങ്കര വീണു, വൈഗ പിടിച്ചെഴുന്നേപ്പിച്ചിരുത്തി. അത് കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ഹീറോ മീൻസ് ആക്ടറായിട്ട്, മെയിൽ ആക്ടറായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വേറെ ആരെയല്ല, സാക്ഷാൽ അമിതാഭ് ബച്ചൻ. ഓക്കെ, വൈഗ വണ്ടടിച്ചിരിക്കുകയാണ്. അപ്പം തന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വേറൊരു കോള്. അപ്പം ഈ കോള് വന്നത് ഒരു സംവിധായകൻ തന്നെയാണ് വിളിച്ചത്. അപ്പം വീണ്ടും ഒരു ഫിലിമിലേക്ക് വൈഗ കാസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഫിലിം സ്റ്റാർട്ട് ചെയ്തത് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക്. ഇതിൻ്റെ ഹീറോ ഉലക നായകൻ ശ്രീ കമൽ ഹാസൻ. ഇത് ചൂസ് ചെയ്യും, എന്തുകൊണ്ട്? ഇത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയി പോയിട്ടാണ്. അതാണ് നമ്മുടെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നത് മേ ബി കമൽഹാസൻ. എന്തുകൊണ്ട്? എനിക്ക് എല്ലാവരും അമിതാഭ് ബച്ചൻ്റെ കൂടെ എനിക്കൊരു ഹീറോയിനായിട്ട് ആ പ്രായം പുള്ളിക്ക് കഴിഞ്ഞു. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഹീറോ ആയിട്ട് ബച്ചൻ സാറ് വരെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു, അല്ല, ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാണ്, ഇന്ത്യ എന്നല്ല ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ആളാണ്. അപ്പം വൈഗയുടെ പേരെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എനിക്ക് തോന്നുന്നത് ഉലക നായകൻ. സോ എനിക്ക് ഒരു പേഴ്സൻ്റ് ഇത്തിരി ഇഷ്ടം കമൽസാറിനോടുണ്ട്, അതിലൊരു മാറ്റമില്ല. ബട്ട് ഒബ്വിയസ്ലി അപ്പുറത്ത് ഡയറക്ടർ ആരാണെന്നുള്ളതുണ്ട്. കാരണം പിന്നെ കമൽ സാറിന് നമ്മൾ ഡയറക്ടർ നോക്കേണ്ട കാര്യമില്ല, അത് വേറെ കാര്യം. ബട്ട് പ്രിയൻ സാർ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രിയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമാണ്, എസ്പെഷ്യലി ബോളിവുഡ്. പിന്നെ എനിക്ക് ബോളിവുഡിൽ ആക്ച്വലി ഇൻട്രസ്റ്റേ ഇല്ല. അപ്പം പിന്നെ പോയില്ലെന്നാണോ? ഇല്ല, എനിക്ക് ഇതുവരെ എന്നെ ഓഡീഷനൊക്കെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ട്രൈ പോലും എനിക്കൊരു ബോളിവുഡ് ഫിഗർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ പോകും. ശരി, ഓക്കെ. വൈഗ, ആക്ടിങ്ങിനെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ ടഫായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പ്രഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ടേക്കിലെടുക്കും. അപ്പം ഒരു 20 ടേക്ക് എടുത്ത് കഴിയുമ്പം നമ്മുടെ കോൺഫിഡൻസ് 5 ടേക്സ് എടുത്ത് കഴിയുമ്പോഴേ പോകും. അപ്പം അങ്ങനെ ഒരു വളരെ ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ടഫായിട്ട് ഉണ്ട്. ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്കൊക്കെ ഒരു 4 ടേക്കിന് മുകളിൽ പോയാൽ കുറച്ച് ടെൻസ്ഡ് ആവും. പിന്നെ അങ്ങനെ അധികം പോകാറില്ല, പോയ ചരിത്രമൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ വളരെ മൈന്യൂട്ടിലുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. അതെങ്ങനെ അവർ പറഞ്ഞു തരുന്നതിനനുസരിച്ചാണ്. ചിലപ്പം നമ്മുടെ അടുത്ത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് സൈലൻ്റായിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി എന്ന് പറയും, തീരും. പക്ഷെ ചിലരിതിപ്പം പറയില്ല. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയില്ല, നമ്മൾ എന്തൊക്കെയോ കാണിക്കും, ശരിയാവില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് വേണ്ടത്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഡയലോഗ് ഇങ്ങനെ മതിയോ എന്നൊക്കെ. അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആക്ട്രസ് ഉണ്ടാവും എന്ന് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. ശരി, പ്രിയൻ സാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, കിലുക്കം നമ്മൾ എപ്പോഴും മലയാളികൾ സ്നേഹിക്കുന്ന, മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ഫിലിമാണ്. അതിൽ രേവതിയുടെ ഒരു ഷോട്ടുണ്ട്,
ഒന്ന് ഇങ്ങനെ രേവതി ഭയങ്കര അതിശയത്തോടു കൂടി ഒന്ന് നോക്കുന്നൊരു സീനാണ്. പക്ഷെ അത് ഏകദേശം 30 ടൈംസോ മറ്റോ രേവതിയെ കൊണ്ട് ചെയ്യിച്ചു വന്നു. അപ്പം എല്ലാവരും എല്ലാ ഇൻ്റർവ്യൂസിലും പറയാറുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആക്ടിങ് വളരെ ടഫാണെന്ന്. അതുപോലെ ജയറാമേട്ടൻ ഒരാളെ കരയിപ്പിക്കാൻ ചിലപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വരുന്നേക്കും, പക്ഷെ ചിരിപ്പിക്കാൻ ഭയങ്കര ടഫാണ്. ഭയങ്കര ടഫ്. വൈകൊക്കെ എന്താ ഫീൽ ചെയ്യുന്നത്? ഒരാളെ കരയിപ്പിക്കാനാണോ ചിരിപ്പിക്കാനാണോ? എനിക്ക് പൊതുവേ സ്ക്രീനിൽ എനിക്കിങ്ങനെ കരയാൻ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഞാൻ പറയും ഷോ ഇത് എന്തിനാ എപ്പോൾ നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മളെല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ തമിഴിൽ ചെയ്തിരിക്കുന്ന ഇത് പ്രിയൻ സാറിൻ്റെയൊക്കെ ഒരു ആ ഒരു പാത്താണ്. അവർ പ്രിയൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു എൻ്റെ ചെയ്ത ഡയറക്ടർ. സോ പുള്ളിയുടെ ഒരു ട്രാക്കിലുള്ള ഫിലിമാണത്. നമ്മൾ അഭിനയിച്ച് സിനിമ ഷൂട്ട് കഴിഞ്ഞു, അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ ചില ടൈമിങ്സ് അല്ലെങ്കിൽ ഒരു 5-6 പേര് നിൽക്കുമ്പോഴാണ് കൗണ്ടറിന് കറക്റ്റായിട്ടുള്ള അവിടെ ഒരു 2 സെക്കൻഡ് മിസ്സായാൽ ആ കോമഡി അത് ഏക്കില്ല. അപ്പം ഞാൻ അവർ ചെയ്ത എല്ലാവരും പറയും ഭയങ്കര ടഫാണ്. കാരണം ഇത് കോമഡി പറഞ്ഞ് കരയിക്കാൻ നമ്മൾ ഒരുപക്ഷെ നമ്മൾ കുറച്ച് ഇമോഷണലായിട്ട് കരയുന്ന അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആരായാലും കരയും. പക്ഷേ കോമഡി ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആക്ഷൻ. എനിക്കറിയില്ല പറ്റുമെന്ന്, ബട്ട് ഐ റിയലി വോണ്ട് ടു ഡു ഒരു ആക്ഷൻ റോൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ? അരുന്ധതി എന്ന് പറഞ്ഞ ഫിലിമാണ് കണ്ടിട്ടുണ്ട്. അനുഷ്ക. ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ട സിനിമയാണ്. സ്റ്റിൽ ഐ അഡ്മയർ ഹർ. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ. അത് എനിക്കൊരു ആഗ്രഹമാണ് അങ്ങനത്തെ ഒരു. അതുപോലെ മഹധീര എന്ന് പറയുന്ന ഫിലിം. ഇതൊക്കെ ഭയങ്കര വലിയ സിനിമകളാണ് പറഞ്ഞു വരുമ്പോൾ വലിയ സംഭവം. പക്ഷേ ഞാൻ പറഞ്ഞ ഫീമെയിൽ ലീഡ് ക്യാരക്ടേഴ്സ് അത് ഭയങ്കര സ്ട്രോങ് ആണ്. അതുപോലെ ഹീറോയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ക്യാരക്ടർ. അരുന്ധതിയിൽ അനുഷ്കയാണ് ഹീറോ. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ തന്നെ വളരെ എന്താ പറയുക എക്സൈറ്റഡ് ആയി അപ്പാ എന്ന് പറഞ്ഞൊരു ഫിലിം. ഡ്രീം ക്യാരക്ടർ അങ്ങനെ ഒന്നുണ്ടോ? ഡ്രീം ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉർവശി ചേച്ചിനെയാണ്. ഓക്കെ. അതിന് പുള്ളിക്കാരി ചെയ്ത ഇത്രയും വെറൈറ്റി റോൾസ്, അതായത് ഒരേ സമയം കോമഡിയും അതുപോലെ തന്നെ സെയിം ടൈം ഭയങ്കര ഇപ്പോൾ ഭാര്യ ശ്രീധനം രണ്ടും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ്. അതുപോലെ എല്ലാവരും ചിരിച്ചിട്ടുള്ള ഒരു അല്ലേ. തീർച്ചയായിട്ടും. സ്ഫടികം, കാക്കത്തൊള്ളാരെന്നൊക്കെ പറഞ്ഞ ഒരുപാട് നല്ല ഫിലിംസ് പുള്ളിക്കാരി. അങ്ങനെ ഒരു ആർട്ടിസ്റ്റായിട്ട് അറിയണമെന്നാണ്. രണ്ടും ചെയ്ത് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകണം. പിന്നെ പുള്ളിക്കാരി ചെയ്യാത്തതിൽ ഈ പറഞ്ഞാൽ എനിക്ക് ആക്ഷൻ കൂടി ചെയ്യണം അല്ലാതൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരെയും അങ്ങനെ ഒന്ന് ഒരു കാറ്റഗറിയിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ്. ചെയ്ത റോളുകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു കഥാപാത്രം? ചെയ്ത സിനിമ എനിക്ക് തോന്നുന്നു കുറച്ചുള്ളെങ്കിലും കളീച്ചൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. പിന്നെ ചെയ്തത് എൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് മുകേഷ് ചേട്ടൻ്റെ ഒരു സിനിമ ചെയ്തു, അതും ഫേവറേറ്റ് ആണ്. പിന്നെ ഇപ്പോൾ ജോഷി സാറിൻ്റെ പടത്തിൽ ചെയ്തതും കുറച്ചുള്ളെങ്കിലും എന്താ പറയുക സ്വീറ്റ്. ഓക്കെ. പിന്നെ തമിഴ് ഫിലിമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ. പാർവതി എന്ന ക്യാരക്ടറിൻ്റെ പേര്. ഒരു നെഗറ്റീവ്സ് ഇല്ലാത്തൊരു ക്യാരക്ടർ. വളരെ ജോളിയായിട്ട് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് അങ്ങനെ ഒരു ത്രൂ ഔട്ട് പോകുന്ന ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ട് എൻ്റെ ക്യാരക്ടർ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്ത സിനിമയിൽ എൻ്റെ ഏറ്റവും നല്ല ഇൻട്രോ ആ സിനിമയിലായിരിക്കും. നമുക്ക് തന്നെ അറിയാമല്ലോ, ചില ഫിലിംസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് കോലത് ഇങ്ങനെയല്ലോ ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇത് സെയിം എനിക്ക് ഓപ്പോസിറ്റ് തോന്നി. ഇത്രയും മിഷരി എന്നെ കാണിക്കാൻ പറ്റുമായിരുന്നു. ഐ റിയലി താങ്ക്ഫുൾ ടു ഡയറക്ടർ. കാരണം നമ്മളെ ഒരു നായികനെ എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കാനും ആക്ടിങ് ചെയ്യാന്ന് പറയുന്നത് എല്ലാം ഒരു ഡയറക്ടറുടെ കയ്യിലാണ്.
അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ ഇത്രയും സിനിമകളിൽ എൻ്റെ ഏറ്റവും നല്ല ഇൻട്രൊഡക്ഷൻ ആണ്, സോ റിയലി താങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മലയാള ഇൻഡസ്ട്രിയും തമിഴ് ഇൻഡസ്ട്രിയും തമ്മിലൊരു പ്രധാന വ്യത്യാസം നമ്മൾ മുന്നേ സംസാരിച്ചു. ഇപ്പം എപ്പോഴും ഹീറോസിനൊരു പടി ഒരു മുൻതൂക്കം ഉണ്ടാവും, ഒരു പ്രയോറിറ്റി അവർ കൊടുക്കും. തമിഴിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് എന്തായാലും ഹീറോ ഇസ് എ ഹീറോ അതെപ്പോഴും ഉണ്ടാവും. പക്ഷെ എന്നാലും അങ്ങനെ ഒരു വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. അവർ ഹീറോ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞാൽ നമ്മളെക്കാളും ഒരുപാട് റെസ്പെക്ട് അവിടെ കൂടുതലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് മലയാളികളെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല. ഹീറോയിൻസ് ആണെങ്കിലും പുതിയ ആൾക്കാർ വരുമ്പോൾ ഒരു കാര്യവും നല്ലതാണെന്ന് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ലേറ്റായിട്ടാണ്. എനിക്കറിയാം ഇവിടെ നമ്മുടെ ഫേമസ് ആക്ടേഴ്സ് ഒരുപാട് പേര് വരെ അവരെ അംഗീകരിച്ചത് 4-5 ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പോഴും നല്ലതാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് പിന്നെയും ഇത്തിരി ട്രെൻഡ് മാറി ആൾക്കാർ ശരി എന്നൊക്കെ അംഗീകരിച്ചു പറയുന്നത്. ഇപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ കാലമാണ്. എനിക്കത് വൈകി ഏതോ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്കങ്ങനെ ഷോർട്ട് ഫിലിംസിനോടും എന്താ പറയുക ആൽബംസിനോടും യാതൊരു താല്പര്യമില്ലാത്തതാണ്. പക്ഷെ ഇതിൻ്റെ മാത്രം സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ചെയ്ത് നോക്കാം. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവരും ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും ആൽബംസും ഷോർട്ട് ഫിലിംസും ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതാണ്. 2 RJs ആണ് അതിൽ ഹീറോസ്. ഒന്ന് RJ മാത്തുക്കുട്ടി, RJ മിഥുൻ. പിന്നെ ഫിലിമിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ 5 സുന്ദരികളിലെ ഫെയിം ജിന്നു എന്ന് പറഞ്ഞിട്ട് 5 സുന്ദരികൾ കണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ ആളെ അറിയാം. പുള്ളിയുണ്ട്. അങ്ങനെ കുറച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടറുടെ പേര് രാഹുൽ എന്നാണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ അത് പേര് പറയുമ്പോൾ എല്ലാവരും ചിരിക്കും, അതുകൊണ്ട് ഞാൻ പറയാറില്ല. അറിയാം, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ പറയാം. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം അല്ല അതിൻ്റെ ഔട്ട്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വേറെന്തോ തെറ്റിദ്ധരിക്കും, പക്ഷെ അതല്ല അതിന് ഔട്ടായിട്ട് വരുന്നത്. സ്റ്റോറി പുറത്ത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കാണുന്നതാണ് അതിൻ്റെ കോമഡി ആണ് സംഭവം. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം വൈകെ എന്ന് ആദ്യം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കാരണം ഒരു ജാട ലുക്കാണ് വൈകയ്ക്ക്. പക്ഷെ അങ്ങനെയല്ല, വളരെ ഫണ്ണി ക്യാരക്ടറാണ്, വളരെ കോപ്പറേറ്റീവ് ആണ്. ഇപ്പം നല്ല ഒരു ഓണം ആശംസിക്കുന്നു എൻ്റെയും M1-ൻ്റെയും. താങ്ക് യു. പ്രേക്ഷകരോട് എന്തെങ്കിലും എന്താ പറയുക, എന്നെപ്പോലുള്ള പുതിയ ആൾക്കാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന്, ഇല്ല കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്നുള്ള അറിയിക്കുക. അതുപോലെ എല്ലാ മലയാളികൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.